നമ്മളുടെ ഈ പ്രതികൂലതകൾ അതാകുമോ നമ്മുടെ രക്ഷയുടെ പാലം എന്ന് പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ ആയിരിക്കാം നമ്മുടെ ജീവിത പ്രതിസന്ധികൾ മുഴുവനും പരിഹരിക്കാനുള്ള ഒരു നിമിത്തം. അതൊരു പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹു ഹക്കീമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ അത് മാറും, അത് പരിഹരിക്കപ്പെടും വിചാരിച്ച് ഇങ്ങനെ കാത്തു നിൽക്കും. പെട്ടെന്ന് ശരിയാവും. പക്ഷെ അതങ്ങനെ വീണ്ടും നീണ്ടു പോവുക. പുതിയ പുതിയ പരീക്ഷണങ്ങൾ വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഈ പ്രതികൂലതകൾ അതാകുമോ നമ്മുടെ രക്ഷയുടെ പാലം എന്ന് പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ ആയിരിക്കാം നമ്മുടെ ജീവിത പ്രതിസന്ധികൾ മുഴുവനും പരിഹരിക്കാനുള്ള ഒരു നിമിത്തം. അതൊരു പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു യുക്തിമാനാണ്, അള്ളാഹു ഭാവി അറിയുന്നവനാണ്, അള്ളാഹു നമ്മളോട് അതീവ കരുണയുള്ളവനാണ്, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കല്ലേ നമ്മൾ വേണ്ടത്. ഒരു പക്ഷേ ഈ ദുരന്തങ്ങളെല്ലാം എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനൊരു വഴിയാവുന്നു. അതിനൊരു സംഭവം പറയുകയാണെങ്കിൽ അതാണ് നമുക്ക് ബനു ഇസ്രായേലിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ. കുറേ കാലത്തെ പീഡനങ്ങൾ അനുഭവിച്ച ആളുകളാണ് ബനു ഇസ്രായേലുകാർ. ആ പീഡനങ്ങൾക്കൊടുവിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയാണ്. അവിടെ നിന്ന് വൗഹൈന ഇലാ മൂസ നസ്രി ബി ഇബാദി ഇന്നക്കും മുത്തബ, നിങ്ങൾ പോയിക്കോളി, നിങ്ങളെ പിറകെ മറ്റുള്ളവർ വരും എന്ന് പറഞ്ഞ് മൂസാ നബിക്ക് അള്ളാഹു വഹി കൊടുക്കണം. അങ്ങനെ അവസാന ഘട്ടത്തിൽ അത് പീഡനത്തിൻ്റെ പരമാവധിയിലേക്ക് എത്താൻ, അതായത് ഫിർഔൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ഫാർസല ഫിർഔൻ ഫിൽ മദാഇനി ഹാഷിരി, മൊത്തം ജനങ്ങളെ സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇന്ന ഹാ ഉല ഇല ഷിർദിമത്തും കല്ലുണ്ട്, അവരെ ആവേശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഈ ബനു ഇസ്രായേലുകാർ ന്യൂനപക്ഷമല്ലേ, അവരെയൊന്നും നേരിടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, അവരെ കൂടെ പോകുക, അതിനെ ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ അവസാനം നാട്ടിൽ നിന്ന് തുരത്തുന്ന, അതല്ലേ ഇപ്പോൾ പീഡനങ്ങളുടെ അവസാന ഘട്ടം. ഈ നാട്ടിൽ നിങ്ങൾ വേണ്ട എന്നാൽ ആട്ടി ഓടിച്ച് വിടുകയാണ് ചെയ്യണത്. അങ്ങനെ എന്താ സംഭവിക്കണ നിങ്ങൾ, സത്യത്തിൽ ആട്ടി ഓടിക്കപ്പെടുന്നത് ബനു ഇസ്രായേലുകാരാണെങ്കിലും ആ നാട്ടിൽ നിന്നും എന്നേക്കുമായി ഭവനങ്ങളും വീടുകളും തോട്ടങ്ങളും കൊട്ടാരങ്ങളും ഇട്ട് പോകുന്നത് ബനു ഇസ്രായേലരല്ല. ഇവരാട്ടി പറഞ്ഞേക്കാൻ വേണ്ടി കൂടെ വരുന്ന ശത്രുക്കൾക്കാണ് അതൊക്കെ സംഭവിക്കുക എന്നാണ് അള്ളാഹ് പറയണത്. പ്രത്യക്ഷത്തിൽ നമ്മളെന്താ കാണുന്നത്, ബനു ഇസ്രായേലിൻ്റെ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാണ് കാണുന്നത്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഫഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ വകുനൂസിൻ വമഖാമിൻ കരീം എന്നാണ്. അവരെ അവിടുത്തെ അരുവികളിൽ നിന്നും തോട്ടങ്ങളിൽ നിന്നൊക്കെ ഞാൻ പുറത്താക്കിയത്. ആരെ പുറത്താക്കിയെന്ന്, ഈ കിബിത്തികളെയും ഫറവോൻ്റെ ആളുകളെയൊക്കെ. കുനൂസിമ മക്കാമിൻ കരീം, വളരെ നിധിശേഖരങ്ങളിൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവരെ പുറത്താക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ പിന്നാലെ കൂടി. അങ്ങനെ ഫലമ്മ തറ ജം ആനി കാല സഹ മൂസ ഇന്നാലെ മുതറക്കുൻ, അവസാനത്തെ പരീക്ഷണങ്ങളുടെ പരമാവധിയിലാണ് എത്തി നിൽക്കുന്നത്. ശത്രുക്കൾ ബാക്കിൽ, മുന്നിൽ കടക്കാനാവാത്ത സമുദ്രം. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സഹേഹദീൻ, എൻ്റെ റബ്ബി എനിക്കൊരു വഴി കാണിക്കും. കാരണം അള്ളയാണ് പുറപ്പെടാൻ പറഞ്ഞത്. അവിടെ അത്രയും ഉറപ്പാണ് ഇതിനൊരു നല്ല പരിണിതിയും നല്ല പരിസമാപ്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, വടി കൊണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു. പംഫലക്ക ഫക്കാന കുല്ലു ഫിറക്കും കഥവ്, എല്ലാവർക്കും 12 ഗോത്രക്കാർക്കും പോകാൻ 12 വഴികൾ ഉണ്ടായി. ഒരു സുഖമായിട്ട് അപ്പുറത്ത് കടന്നു. ഇവരൊന്നിച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ അള്ളാഹു പിന്നെ ഇവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ, എന്നേക്കുമായി ശത്രുക്കൾ നശിക്കപ്പെടുകയും അവർ രക്ഷപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായങ്ങളും സ്നേഹങ്ങളും ഏത് സമയത്ത് നമുക്ക് വരും. നമ്മൾ കുറച്ച് നീണ്ടു പോകുമ്പോഴേക്കും നിരാശപ്പെടുകയും നമ്മളെ വിശ്വാസത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ നമ്മളതിങ്ങനെ പരിഹരിക്കാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലേക്കാരും നിരാശപ്പെട്ട് അള്ളാഹുവിനെ തള്ളി പറഞ്ഞു പോകുന്നുണ്ടായിരിക്കാം. കുറച്ച് ക്ഷമിക്കാനും കുറച്ച് കാത്തിരിക്കാനും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടെന്ന് ഉറച്ച് ചിന്തിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ.